السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവായ, ലോകത്തിൻ്റെ പരിപാലകനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ ഓരോരോ സ്പന്ദനങ്ങളിലും കാൽവെപ്പുകളിലും പാലിച്ചുകൊണ്ട് അവൻ്റെ മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ഇബാദുർ റഹ്മാനായി ജീവിതം നയിക്കണമേ എന്ന മിമ്പറിൽ നിന്നുള്ള വസിയ്യത്ത്, ഉത്ബോധനം എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ കലാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞ സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ഈ സന്ദർഭത്തിൽ തന്നെ ഇവിടെ മറ്റൊരു വിപണിയും സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്നിൻ്റെയും ലഹരി വസ്തുക്കളുടെയും വിപണി നമ്മളറിയാതെ അത് സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് കോളേജ് ക്യാമ്പസുകളിലും സ്കൂളുകളിലും ഇതിൻ്റെ കച്ചവടം സജീവമായി നടന്നു വരികയാണ്. ഇന്ത്യയിലെ ലഹരി സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവുകയില്ല എന്നാണ്. ലഹരി ഉപയോഗത്തിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന പഞ്ചാബിനെ പിന്തള്ളി കേരളം ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത 89,913 ലഹരി വിരുദ്ധ കേസുകളിൽ 27,701 കേസുകളും കേരളത്തിലാണ്. പഞ്ചാബൊക്കെ അതിൻ്റെ പിന്നിലാണ്. അതിലേറ്റവും ഖേദകരം എന്നുള്ളത് ഈ 27,701 കേസുകളിൽ 2 കേസുകളിൽ മാത്രമാണ് വിചാരണ നടത്തി ശിക്ഷ വിധിച്ചത് എന്നുള്ളതാണ്. അഥവാ കുറ്റവാളികൾ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്, ശക്തമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. 2023-24 വർഷത്തെ ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം കേരളത്തിൽ 4-ൽ 1 പുരുഷൻ മദ്യപാനിയാണ് എന്നതാണ്. 2019-20 സർവേ റിപ്പോർട്ടിനേക്കാൾ മദ്യപാനോപയോഗം 14% കേരളത്തിൽ വർദ്ധിച്ചത്. കേരളത്തിൽ 15 വയസ്സിന് മുകളിലുള്ള 22.7% പുരുഷന്മാരും മദ്യപിക്കുന്നവരാണ്. ഇത് ദേശീയ ശരാശരിയേക്കാൾ 18% കൂടുതലാണ്. കേരളത്തിലെ എറണാകുളം ജില്ലയാണ് മയക്കുമരുന്ന് ഉപയോഗത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്.
കൊച്ചിയിലെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് സിനിമാ താരങ്ങളെയും മറ്റും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന പാർട്ടികൾ, അതൊക്കെ തന്നെ മയക്കുമരുന്നിൻ്റെ പ്രധാന വിപണന കേന്ദ്രങ്ങളാണ്. ചുരുക്കത്തിൽ നമ്മുടെ സംസ്ഥാനം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മയക്കുമരുന്നിൻ്റെ വ്യാപനമാണ് എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായ യുവതയെ മയക്കിക്കിടത്തി ലഹരിക്കടിമയാക്കി രാജ്യത്തിൻ്റെ പുരോഗതി തടയുകയാണ് ഇത്തരം മാഫിയകൾ ചെയ്യുന്നത്. അവർക്ക് പണം സമ്പാദിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. കേരളത്തിലെ 400ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടുത്ത് മയക്കുമരുന്ന് ഇടപാടുകൾ സജീവമായി നടക്കുന്നതായിട്ട് എക്സൈസ് വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാനമായും പ്രൊഫഷണൽ കോളേജുകളും അതുപോലെ തന്നെ ആ പ്രൊഫഷണൽ കോളേജുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വിൽപ്പന സകൃതിയായി നടക്കുന്നത്. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, പോളിടെക്നിക് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇതിൻ്റെ വിപണനം വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കുന്ന കേസുകളിൽ 40% പേർ 18 വയസ്സിന് താഴെയുള്ളവരാണ് എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ എന്നുള്ളത്. ചെറുപ്പത്തിൽ തന്നെ 18 വയസ്സിന് മുമ്പ് തന്നെ ഇവർ ലഹരി ഉപയോഗിച്ച് തുടങ്ങുകയാണ്. മാത്രവുമല്ല, ഇന്നത്തെ യുവതലമുറ ഉപയോഗിക്കുന്നത് ഏറ്റവും വീര്യം കൂടിയ, ഏറ്റവും അപകടകരമായ സിന്തറ്റിക് ലഹരിയും രാസലായനിയുമാണ്. മണിക്കൂറുകളോളം, ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ലഹരിയാണ് ഇതിലൂടെ ലഭിക്കുക എന്നുള്ളതാണ്. പണ്ടുകാലത്ത് നമ്മൾ കേട്ടിരുന്ന കഞ്ചാവ് പോലെയുള്ളത് ഇപ്പം യുവാക്കൾ ഉപയോഗിക്കുന്നില്ല, അത് വയസ്സന്മാരായ ആളുകൾ ഉപയോഗിക്കുന്നത്. യുവാക്കൾ സിന്തറ്റിക് രാസലായനിയാണ് ഉപയോഗിക്കുന്നത്. MDMA പോലെയുള്ള, അതുപോലെ തന്നെ LSD പോലെയുള്ള. MDMA എന്ന് പറഞ്ഞാൽ മിഥൈലിൻ ഡയോക്സി മെത്താംഫെറ്റമിൻ എന്നുള്ള അതാണ്. ഇത് ഉപയോഗിച്ച് അരമണിക്കൂറിനുള്ളിൽ അത് അയാളുടെ നാഡീവ്യവസ്ഥയെ ബാധിക്കുകയും 6 മുതൽ 8 മണിക്കൂർ വരെ ആ ലഹരി നീണ്ടു നിൽക്കുകയും ചെയ്യുമെന്നാണ്. ഇതിന് തുടർച്ചയായ ഉപയോഗം വൃക്കയെയും ഹൃദയത്തെയും ബാധിക്കുന്നു. ക്രമേണ അവൻ മരണത്തിന് കീഴടങ്ങിയാണ്. ഇന്ത്യയിൽ MDMA കൂടുതൽ ഉപയോഗിക്കുന്നത് പഞ്ചാബിലെ അമൃത്സറാണ്. 2ാം സ്ഥാനം നമ്മളെ കേരളത്തിനാണ്. കഴിഞ്ഞൊരു വർഷം കേരളത്തിൽ നിന്നും പിടികൂടിയത് 15 കിലോ MDMA ആണ്. അതുപോലെ തന്നെ LSD സ്റ്റാമ്പ് രൂപത്തിൽ നാവിനടിയിൽ വെക്കുന്നതാണ്. അരമണിക്കൂറിനുള്ളിൽ അതിൻ്റെ ലഹരി അവൻ്റെ ശരീരത്തെ ആകെ ബാധിക്കുകയാണ്. 20 മണിക്കൂറോളം ഇത് നീണ്ടു നിൽക്കുമെന്നാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ, നമ്മുടെ യുവാക്കൾ ലഹരിക്ക് അടിമയാവാനുള്ള കാരണങ്ങളെക്കുറിച്ച്, അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട്, വീടുകളിൽ നിന്ന് അവഗണിക്കപ്പെടുന്ന കുട്ടികൾ, ഭാര്യാഭർത്താക്കന്മാർ വേർപിരിഞ്ഞ് ജീവിക്കുന്ന കുട്ടികൾ, സ്നേഹം ലഭിക്കാത്ത കുട്ടികൾ, കലഹിക്കുന്ന മാതാപിതാക്കളുള്ള കുടുംബം, അതൊക്കെ തന്നെയാണ്. അങ്ങനെയുള്ള കുട്ടികളാണ് അധികവും ഇതിൽ ഈ ലഹരിക്ക് അടിമയാകുന്നത്. അതുപോലെ തന്നെ മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്ന, ടെൻഷൻ അനുഭവിക്കുന്ന, വിഷാദം അനുഭവിക്കുന്നവർ ഒക്കെ ഇതിന് പരിഹാരമായിട്ട് ലഹരിയെയാണ് അവർ അഭയം തേടുന്നത്. അതുപോലെ തന്നെ കൂട്ടുകാരുടെ സ്വാധീനവും സുഹൃവലയങ്ങളുടെ നിർബന്ധവും കൊണ്ട് മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. മയക്കുമരുന്ന് എന്നുള്ളത് ഇന്ന് ക്യാൻസറിനേക്കാൾ വേഗത്തിൽ മനുഷ്യനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന മാരകമായ വിപത്താണ് എന്നാണ്. യുവാക്കളുടെ സർഗശേഷി നശിപ്പിച്ച് അവരെ ചെറുപ്പത്തിൽ തന്നെ വൃദ്ധന്മാരാക്കുകയാണ്. സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ഏകാന്തതയിൽ ഭാവനാലോകത്ത് ജീവിക്കുന്ന ഒരു വിഭാഗമായിട്ട് ഇവർ മാറുകയാണ്. പ്രവർത്തന ശേഷി വളരെ നഷ്ടപ്പെട്ട് അവർ ജീവിച്ചിരിക്കുന്ന ജീവച്ഛവങ്ങളായി മാറുകയാണ്. മനുഷ്യൻ്റെ മാനസിക, ശാരീരിക, സാമ്പത്തിക, സാമൂഹിക സ്വഭാവ രംഗങ്ങളെയെല്ലാം തന്നെ ഈ ലഹരി തകർത്ത് കളയാണ്. പ്രകൃതിയുടെ മതമായ വിശുദ്ധ ഇസ്ലാം ഇത്തരം പ്രകൃതി വിരുദ്ധമായ എല്ലാ പ്രവർത്തനങ്ങളെയും ശക്തമായി എതിർക്കുകയാണ്. മനുഷ്യവർഗത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ഏറ്റവും നല്ല ആകൃതിയിലും ഏറ്റവും നല്ല രൂപത്തിലും പക്വതയിലും പാകതയിലുമാണ്. അവന് ആഹരിക്കാൻ ഏറ്റവും നല്ല ഭക്ഷണവും, ശ്വസിക്കുവാൻ ശുദ്ധവായുവും, കുടിക്കുവാൻ സ്വച്ഛമായ വെള്ളവും അള്ളാഹു ഈ ഭൂമിയിൽ സുലഭമായി നൽകിയിട്ടുണ്ട് എന്നാണ്. അത് കഴിച്ചുകൊണ്ട്, അത് ആഹരിച്ചുകൊണ്ട്, അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ഇവിടെ ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ധർമ്മം.
ഫകുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ ത്വയ്യിബ. അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കണം. എന്താണ് ഭക്ഷിക്കേണ്ടത്? ഹലാലൻ അനുവദനീയമായിട്ടുള്ള, അള്ളാഹു ഹറാമാക്കാത്ത എന്തും നിങ്ങൾക്ക് ഭക്ഷിക്കാം. ത്വയ്യിബൻ നല്ലത്, മനുഷ്യൻ്റെ ശരീരത്തിന് പോഷകദായകമായ, മനുഷ്യൻ്റെ ശരീരത്തിന് ഗുണകരമായ എന്തും ഭക്ഷിക്കാം. സൂറത്ത് ആറാഫിൽ അള്ളാഹ് പറയുന്നു, വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്തു വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. പ്രവാചകൻ അവർക്ക് നല്ല ഭക്ഷ്യവസ്തുക്കൾ ഹലാലാക്കി കൊടുക്കുന്നു, മോശമായ വസ്തുക്കൾ പ്രവാചകൻ അവർക്ക് ഹറാമാക്കുകയും ചെയ്യുന്നു അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം. സൂറത്ത് ആറാഫിലെ 7-ാം അധ്യായം ആറാഫിലെ 157 ഈ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ പറയുന്നുണ്ട്, കുല്ലുമാ അഹല്ലല്ലാഹു തആല ഫഹുവ ത്വയ്യിബുൻ. അള്ളാഹു എന്താണോ ഹലാലാക്കിയത് അത് നല്ലതാണ്, അത് ശരീരത്തിനും നമ്മുടെ ദീനിലുമൊക്കെ അനുവദനീയമാണ്, ശരീരത്തിന് പോഷകദായകമാണ്. അള്ളാഹു ഹറാമാക്കിയിട്ടുള്ളത് മോശമാണ്, ശരീരത്തിനും മതത്തിലുമൊക്കെ ഉപദ്രവകരമായിട്ടുള്ളതാണ് എന്നാണ്. അപ്പോൾ മനുഷ്യന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ആസ്വദിച്ചുകൊണ്ട് നന്ദിയുള്ള അടിമയായി ഇവിടെ ജീവിക്കുകയാണ് വേണ്ടത്. അതോടൊപ്പം അള്ളാഹു അവന് കനിഞ്ഞരുളിയ ബുദ്ധിശക്തി അത് കാത്തു സൂക്ഷിക്കുകയാണ് മനുഷ്യൻ ചെയ്യേണ്ടത് എന്നാണ്. മഹാനായ 2ാം ഖലീഫ ഉമറുൽ ഖത്താബ് പറയുന്നുണ്ട്, അസലുർ റജുലി അഖ്ലുഹു. ഒരു മനുഷ്യൻ്റെ ബേസിക് അടിസ്ഥാനം എന്നുള്ളത്, മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവൻ്റെ ബുദ്ധിശക്തിയാണ്, ബുദ്ധിയാണ്. വഹസബുഹു ദീനുഹു, അവൻ്റെ തറവാട് എന്നുള്ളത് അവൻ സ്വീകരിക്കുന്ന മതമാണ് എന്നുള്ളതാണ്. മുറൂഅത്തുഹു, അവൻ്റെ മനുഷ്യത്വം എന്നുള്ളത് ഖുലുഖുഹു, അവൻ്റെ സ്വഭാവമാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വാക്കുകളാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് ബുദ്ധിയുടെ സ്വാഭാവികമായ പ്രകൃതിദത്തമായ ആ സ്വാഭാവികത നാം കാത്തു സൂക്ഷിക്കണം. അതിനെ നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നാണ്. എന്നാൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് മനുഷ്യൻ്റെ ബുദ്ധിശക്തിയെ തകർക്കുന്നതാണ്, തളർത്തുന്നതാണ് എന്നാണ്. ഇനി എന്താണ് ലഹരി? എന്താണ് അതിൻ്റെ നിർവചനം? അതിൻ്റെ നിർവചനം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ബോധമണ്ഡലത്തിൽ കടന്നുകൊണ്ട് ആ ബോധമണ്ഡലത്തിന് മയക്കമോ ഉത്തേജനമോ സൃഷ്ടിക്കുവാൻ കഴിവുള്ളതായ, അതുപോലെ തന്നെ ബുദ്ധിയുടെ സ്വാഭാവിക പ്രവർത്തനത്തെ തടയുവാൻ കഴിവുള്ളതായ എല്ലാ വസ്തുക്കൾക്കും ലഹരി വസ്തുക്കൾ എന്ന് പറയുന്നു. ഇതിൻ്റെ ഉപയോഗം മൂലം നമ്മുടെ മാനസിക ശാരീരിക തലങ്ങളെ ഇതിൻ്റെ ഉപയോഗം സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു നമുക്ക് കനിഞ്ഞ് നൽകിയ മനുഷ്യബുദ്ധിയെ തകർക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അത്തരം വസ്തുക്കളെല്ലാം തന്നെ ഇസ്ലാം നിഷിദ്ധമായി ഹറാമായി നിശ്ചയിക്കാൻ ഇമാം അബൂദാബൂദിൻ്റെ ഹദീസിൽ കാണാം, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ കുല്ലി മുസ്കിരിൻ വ മുഫത്തിരിൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ലഹരി വസ്തുക്കളും നിഷിദ്ധമാക്കിയിരിക്കുന്നു. വ മുഫത്തിരിൻ, ബുദ്ധിയെ തളർത്തുന്ന, ബുദ്ധിയെ തകർക്കുന്ന ആ എല്ലാ വസ്തുക്കളും അതിൽപ്പെടും. ഇജ്തനിബു അൽ ഖംറ, ഇമാം അൽബാനി സയ്യാക്കിയ ഹദീസാണ്. നിങ്ങൾ ഖംറിനെ വെടിയണം, കാരണം അത് എല്ലാ തിന്മയുടെയും മിഫ്താഹാണ്. മിഫ്താഹ് കുൽ ഷർ, അത് എല്ലാ തിന്മയുടെയും താക്കോലാണ് എന്നാണ്. 5-ാം അധ്യായം മാഇദയിലെ 90-ാം വചനത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാനി ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെക്കുന്ന അമ്പുകളും എല്ലാം തന്നെ പിശാചിൻ്റെ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളത് ഒഴിവാക്കണമെന്നാണ്. ഇവിടെയൊക്കെ ഖംറ് എന്ന് അതായത് ഖുർആനിലെ ഹദീസിൽ ഉപയോഗിക്കുന്നത് വെറും മദ്യം എന്നുള്ള ആശയത്തിലല്ല അത് ഉപയോഗിക്കുന്നത്. മദ്യം ഖമറ എന്ന വാക്കിൻ്റെ അർത്ഥം മറച്ചു വെക്കുക എന്നാണ്. ബുദ്ധിയുടെ സ്വാഭാവികമായ പ്രവർത്തനത്തെ മറച്ചു വെക്കുന്നത് എന്നാണ്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖംറിന് നിർവചനം പറഞ്ഞത്, അൽ ഖംറു മാ ഖാമറൽ അഖ്ല വകുല്ലു മാ അസ്സറ വഅഖ്റജഹു അൻ തബിയതിൽ മുതമയ്യിസ ഫഹുവ ഖംറുൻ എന്നാണ്. മനുഷ്യൻ്റെ ബുദ്ധിയെ മൂടിക്കളയുന്ന, മനുഷ്യൻ്റെ ബുദ്ധിയുടെ സ്വാഭാവിക പ്രവർത്തനത്തെ തടയുന്ന എല്ലാം ഖംറാണ്. അപ്പോൾ ഖംറ് അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ബുദ്ധിയെ തകർക്കുന്ന എല്ലാം, അത് കഞ്ചാവാവട്ടെ, ഹശീഷാവട്ടെ, MDMA ആവട്ടെ, LSD ആവട്ടെ, എല്ലാം അതിൽപ്പെടും. എല്ലാ ലഹരി വസ്തുക്കളും അത് നിഷിദ്ധമാണ്.
സൂറത്ത് ആറാഫിലെ 33-ാം വചനത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിശ മാ ലഹറ മിന്നാ വമാ ബതൻ. ഖുൽ നബിയെ പറയുക, തീർച്ചയായിട്ടും എൻ്റെ റബ്ബിതാ നിഷിദ്ധമാക്കിയിരിക്കുന്നു അൽ ഫവാഹിശ നീചവൃത്തികൾ, മാ ലഹറ മിന്ന അതിൽ നിന്നും പ്രത്യക്ഷമായതും വമാ ബതന പരോക്ഷമായതുമൊക്കെ അള്ളാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ്. ഇപ്പം നീചവൃത്തികൾ, നീചമായ പ്രവർത്തനങ്ങൾ, മനുഷ്യൻ്റെ ബുദ്ധിയെ തകർക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അത് പ്രത്യക്ഷമായി ചെയ്താലും പരോക്ഷമായി ചെയ്താലും അത് ഹറാമാണ്. ലഹരി വസ്തുക്കളുടെ മുഴുവൻ ഇനങ്ങളും ഹറാമാണ്. അത് ഖരരൂപത്തിലുള്ളതായാലും ശരി, ദ്രാവക രൂപത്തിലുള്ളതായാലും ശരി, വാതക രൂപത്തിലുള്ളതായാലും ശരി, എല്ലാം ഹറാമാണ് എന്നാണ് റസൂലുള്ളാഹി പറയുന്നുണ്ട്. ഇമാം നിസായിയുടെ ഹദീസ്, ലാ ഉഹില്ലു മുസ്കിരൻ വയിൻകാന ഖുബ്സൻ വയിൻകാന മാഅൻ. ഒരു ലഹരിയെയും അനുവദനീയമാക്കുന്നില്ല ഞാൻ, അത് ഖരരൂപത്തിലുള്ളതായാലും ശരി, ദ്രാവക രൂപത്തിലുള്ളതായാലും ശരി എന്നാണ്. അപ്പം ഇസ്ലാം ലഹരിയെ ഇത്രയധികം എതിർക്കുവാനും നിരോധിക്കുവാനുമുള്ള കാരണം അത് മനുഷ്യൻ്റെ മാനസിക, ശാരീരിക, സാമൂഹിക, സാമ്പത്തിക തലങ്ങളെയെല്ലാം തകർത്ത് കളയുന്നത് കൊണ്ടാണ് അല്ലേ? തലച്ചോറിൻ്റെ മാനസികമായി തലച്ചോറിൻ്റെ നാഡീവ്യൂഹങ്ങളെ മയക്കുമരുന്ന് ഉപയോഗം ബാധിക്കുന്നതിനാൽ ഇത്തരം ആളുകൾക്ക് ചിന്തിക്കുവാനും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുമുള്ള കഴിവ് നഷ്ടപ്പെടും. തലച്ചോറ് ശരിയെന്നും ഒരിക്കൽ പ്രവർത്തിക്കാതിരുന്നാൽ എന്താ സംഭവിക്കുക? അവന് കാര്യങ്ങൾ ചിന്തിക്കുവാനും തീരുമാനമെടുക്കുവാനും കഴിയില്ല. കുട്ടികളുടെ പഠനത്തിലുള്ള കഴിവ് നഷ്ടപ്പെടും, ഓർമ്മശക്തി കുറയും. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ഓർമ്മശക്തി കുറയും, പഠിക്കുവാനുള്ള കഴിവുണ്ടാവില്ല, ടെൻഷനും പിരിമുറുക്കവും അവരെ ബാധിക്കും. ഇത് വർദ്ധിച്ച് ചില ആളുകൾ ഭ്രാന്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്, ചില ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പോൾ അല്ലാഹു കനിഞ്ഞേകിയ ബുദ്ധിയെ ഇവിടെ മനുഷ്യൻ നശിപ്പിക്കുകയാണ്. ലഹരി മാനസികമായി മനുഷ്യരെ തകർക്കുകയാണ്. ശാരീരികമായിട്ടോ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി മയക്കുമരുന്നിൻ്റെ ഉപയോഗം മൂലം നഷ്ടപ്പെടുകയാണ്. ചെറിയൊരു പനി വന്നാൽ അതിന് അവർ പണി അവരെ ബാധിക്കും, അത് സുഖാവില്ല. ശരീരം ക്ഷയിച്ച് ക്ഷീണിച്ച് അവർ ജീവച്ഛവങ്ങളായിട്ട് ജീവിക്കുന്നൊരവസ്ഥ ഉണ്ടാവും. സ്വഭാവപരമായിട്ട് അവർ ഏറ്റവും മോശം ക്യാരക്ടേഴ്സ് ആയിരിക്കും, മോശമായ സ്വഭാവങ്ങളായിരിക്കും. മയക്കുമരുന്ന് ഉപയോഗിക്കുവാൻ കാശ് കിട്ടാതാവുമ്പോൾ സ്വന്തം മാതാവിനെ പോലും കൊലപ്പെടുത്തിയ കഥകൾ നമ്മൾ വായിച്ചാണ്. അപ്പം കളവ് നടത്തും, അവർ കൊലപാതകം നടത്തും, ചതി, വഞ്ചന, വ്യഭിചാരം ഇതൊക്കെ അവർ നടത്തും. മദ്യത്തിനും മയക്കുമരുന്നിനും പണം തികയാതെ വരുമ്പോൾ അവർ മോഷണം നടത്തും. ഇങ്ങനെ എല്ലാ കുറ്റകൃത്യങ്ങളുടെയും അടിമയായിട്ട് ഏറ്റവും മോശം സ്വഭാവക്കാരം ആയിട്ട് അവർ മാറും. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, എല്ലാ തിന്മയുടെയും മാതാവാണ് മദ്യം എന്നാണ്. സാമ്പത്തികമായി ഇത്തരം ആളുകൾ തങ്ങളുടെ സമ്പത്ത് മുഴുവനും മദ്യത്തിനും മയക്കുമരുന്നിനും ഉപയോഗിക്കുമ്പോൾ സാമ്പത്തികമായി തകരുകയാണ്. അവരുടെ കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അതിന് ചെലവ് കൊടുക്കാൻ പണം തികയാതെ വരും അല്ലേ? അവരുടെ ഭക്ഷണം, പഠനം, ആരോഗ്യം ഇവയെല്ലാം അവഗണിക്കും. കുടുംബം തകരും, അവർ നിരാലംബരായിത്തീരും. സാമ്പത്തികമായിട്ട് അങ്ങനെ പ്രശ്നങ്ങളുണ്ട് ഇത്തരം ആളുകൾക്ക്. സാമൂഹികമായിട്ട് ഇത്തരം ആളുടെ കുടുംബം ശിഥിലമാകും. അവർ സമൂഹത്തിലെ പ്രോബ്ലം ചൈൽഡായി മാറും അത്തരം കുട്ടികൾ, അവരുടെ മക്കൾ. അപ്പോൾ ഇങ്ങനെയെല്ലാം തന്നെ വലിയ ദൂഷ്യവശങ്ങളാണ് ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഇതിനുള്ള പരിഹാരം? എങ്ങനെയാണിത് പരിഹരിക്കുക? ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇത് പരിഹരിക്കാൻ സാധ്യമല്ല. ഭരണകൂടം ശ്രദ്ധിക്കണം, മാതാപിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥി സമൂഹവും പൊതുസമൂഹവും നിയമപാലകരും മാധ്യമപ്രവർത്തകരുമൊക്കെ കൂട്ടായി ശ്രമിച്ചാലേ ഈ വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്നും ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമായിട്ട് മാതാപിതാക്കൾ കുട്ടികളെ പ്രത്യേകമായി ശ്രദ്ധിക്കണം, അവർക്ക് പ്രത്യേകമായി സ്നേഹം നൽകണം. അനാവശ്യമായി അവരെ ദേഷ്യപ്പെടുക, കോപിക്കുക ഇതൊന്നും പാടില്ല. സ്നേഹത്തോടെ അവരോട് പറഞ്ഞാൽ തന്നെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കും, അവരനുസരിക്കുമെന്നാണ്. സ്നേഹം ലഭിക്കാതെ വളർത്തപ്പെടുന്ന കുട്ടികളാണ് ഇത്തരം മയക്കുമരുന്നിലേക്കും ഇത്തരം ഗ്യാങ്ങിലേക്കുമൊക്കെ ആകർഷകരാവുന്നത് എന്നാണ്. അപ്പോൾ നിങ്ങളോട് എല്ലാം പറയാനുള്ള ഒരു ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ അവരോട് പെരുമാറണം. അവൻ്റെ കൂട്ടുകാരാരാണ്, അവൻ എവിടെയാണ്, അവന് പഠിക്കുന്ന ക്യാമ്പസുകൾ നമ്മൾ സന്ദർശിക്കുക. അതുപോലെ തന്നെ കുട്ടികളെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികളെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ പണ്ടുണ്ടായിരുന്ന സ്വഭാവത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുട്ടികൾ കുറേ നേരം മൂകരായി മൗനമായി മിണ്ടാതിരിക്കുന്നു
അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന അങ്ങനത്തെ കുട്ടികളെക്കാൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരിലെന്തോ സ്വഭാവ മാറ്റങ്ങളുണ്ട്, ഈ മയക്കുമരുന്ന് ഉപയോഗം കൊണ്ടുണ്ടാവുന്നതാവാം. മനഃശാസ്ത്രജ്ഞൻ്റെ സഹായം ആവശ്യമാണെങ്കിൽ അത് തേടണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അധികം കാശ് കുട്ടികൾക്ക് കൊടുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ലിമിറ്റ് വെച്ച് ആവശ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി മാത്രം കാശ് കൊടുക്കാൻ പാടുള്ളൂ. രാത്രിയിലേറെ വൈകി വരുന്ന കുട്ടികളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ കുട്ടികളുടെ അത്രയും വൈകാനുള്ള കാരണം എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കണം. പിന്നെ ആരെങ്കിലും നിങ്ങളെ കുട്ടികളെക്കുറിച്ച് ഇങ്ങനെ അവനിങ്ങനെ ഒരു ദൂഷ്യവലയത്തിൽ കണ്ടിട്ടുണ്ട്, അവന് തെറ്റിൻ്റെ ആളുകളുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെന്താ പറയുക, എൻ്റെ കുട്ടി അതിനൊന്നും പോകില്ല, അവനെ ഞാൻ അങ്ങനെയാണ് വളർത്തിയത് എന്ന് പറയും. സത്യത്തിൽ അവന് അങ്ങനെ ചെറുപ്പത്തിലുള്ള കോൺഫിഡൻസ്, നിങ്ങളാ വിശ്വാസം അത് വളർന്നു വലുതാകുമ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് അവനെ ശ്രദ്ധിക്കണം. ആരെങ്കിലും പറഞ്ഞാൽ അത് മുഖവിലക്കെടുക്കണമെന്നാണ്. അധ്യാപകർ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളെ പഠിപ്പിക്കുന്നതോടൊപ്പം കുട്ടികളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ നിരീക്ഷിക്കണം. അസ്വാഭാവികമായ പെരുമാറ്റം കാണുന്ന കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം. അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. പഠിപ്പിക്കുന്നതോടൊപ്പം ഇതും അധ്യാപകന്മാർ നടത്തണം. വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് തന്നെ ലഹരിക്കെതിരെയുള്ള ശബ്ദം ഉയരണം. ലഹരി വിപത്താണ്, അത് വിനാശമാണ് എന്ന് കുട്ടികളുടെ ഇടയിൽ നിന്നുള്ള ഒരു ബോധവൽക്കരണം അവരിലുണ്ടാക്കി അവരിൽപ്പെട്ട ആളുകളെ തന്നെ, ഉദാഹരണമായിട്ട് കുട്ടികൾക്കിടയിലുള്ള SPC സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ്, NCC സ്കൗട്ട് തുടങ്ങിയ കുട്ടികളുടെ സേവനം അതിന് ഉപയോഗപ്പെടുത്താം. ഇത്തരം കുട്ടികളെ അവർ കണ്ടെത്തി അതിൽ നിന്നും അവരെ മാറ്റിക്കൊണ്ടുവരാൻ പ്രവർത്തിക്കണം. പൊതുസമൂഹത്തിന് വലിയ ബാധ്യതയുണ്ട് ഈ വിഷയത്തിൽ. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമൊക്കെ ലഹരി എത്തിച്ചു കൊടുക്കുന്ന സംഘങ്ങളെ കണ്ടെത്താൻ പൊതുസമൂഹം ശ്രമിക്കണം. അവരെ നിയമപാലകർക്ക് മുമ്പിൽ കൊണ്ടുവരണം. പിന്നെ നമ്മൾ പഠിക്കുന്ന കലാലയങ്ങളും വിദ്യാലയങ്ങളും അടുത്തുള്ള കടകളിൽ ലഹരി മരുന്ന് വിൽപ്പന നടക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നിയമപാലകരും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരും എല്ലാവരും അവരുടെ പങ്ക് നിർവഹിച്ചുകൊണ്ട് എല്ലാവരും ഒത്തുചേർന്ന് ശ്രമിച്ചാൽ ഒരു പരിധിവരെ ഈ മഹാവിപത്തിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയുമെന്നാണ്. അതോടൊപ്പം ഇതിന് അടിമയായ ആളുകളെ അതിൽ നിന്നും മാറ്റിയെടുക്കാൻ അഡിക്ഷൻ സെൻ്ററുകളിൽ കൊണ്ടുപോവുക. കേരള ഗവൺമെൻറ്റിൻ്റെ വിമുക്തി കേന്ദ്രങ്ങളിൽ എത്തിച്ചുകൊണ്ട് അവരിൽ നിന്നും അത് മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുക. ഇപ്പോൾ നമുക്കറിയാം, കേരള ഗവൺമെൻറ് സംസ്ഥാന തലത്തിൽ ലഹരി വ്യാപാരം തുടച്ചു നീക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു ക്യാമ്പയിന് തുടക്കം കുറിച്ചാണ്. അതിൻ്റെ പേര് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്നാണ്. അപ്പോൾ ലഹരിക്കെതിരെയുള്ള വേട്ട കേരള പോലീസിൻ്റെ നേതൃത്വത്തിൽ എക്സൈസ്, ആരോഗ്യ, വിദ്യാഭ്യാസ വകുപ്പുകളൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ ക്യാമ്പയിൻ നടത്തുന്നത്. നമ്മുടെ കുട്ടികളുടെ ഭാവിക്കായി ഇത്തരം സംരംഭങ്ങൾ ആര് നടത്തുകയാണെങ്കിലും അത് നമ്മൾ സഹകരിക്കണം, അതിനു വേണ്ടി പ്രവർത്തിക്കണം, അതിനു വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അല്ലേ? ലഹരിക്ക് അടിമപ്പെട്ട ആളുകളെ ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും പൊതുസമൂഹവും ഒക്കെ ഒത്തൊരുമിച്ച് ഈ സാമൂഹ്യ തിന്മക്കെതിരെ പോരാടിയ ഒരു പരിധിവരെ ഇതിനെ നമുക്ക് പിടിച്ചുകെട്ടുവാൻ സാധിക്കും. ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മുടെ മക്കളെ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും മഹാവിപത്തിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. തീനിച്ചിട്ടയിൽ വളരുന്ന മാതാപിതാക്കൾ കുളിർമ നൽകുന്ന സ്വാലിഹായ മക്കളായി അള്ളാഹു വരെ മാറ്റി തീർക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. ആശുപത്രിയിൽ അഡ്മിറ്റായി കഴിയുന്നവരുണ്ട്. മാരക രോഗത്തിന് അടിമപ്പെട്ടവരുണ്ട്. അള്ളാഹു അവർക്ക് ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന് വേണ്ടി, ദീനിനു വേണ്ടി ഇബാദത്ത് ചെയ്യുവാൻ, ആരാധന ചെയ്യുവാൻ അള്ളാഹു അവർക്ക് ആരോഗ്യത്തോടെ ആയുസ് നീട്ടിക്കൊടുക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ തുടങ്ങിയ എല്ലാവർക്കും പടച്ചവൻ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്വർഗ്ഗപൂങ്കാവനത്തിൽ അവരെയും നമ്മയുമൊക്കെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في
قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.